നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ പുറകിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന കാണാം. അതായത് അപകടമാം വിധം വല്ലതും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിൽ വീഡിയോ എടുത്ത് വാട്സപ്പ് ചെയ്യാമെന്നും പറഞ്ഞൊരു നമ്പർ വെച്ചിട്ടുണ്ട്. മിക്ക KSRTCയുടെയും പുറകിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നമ്പർ ആരാണെന്നറിയത്തില്ല. ഡ്രൈവർമാരാണോ കണ്ടക്ടർമാരാണോ അത് മറ്റ് ജീവനക്കാരാണോ എന്നറിയത്തില്ല. മിക്ക വാഹനത്തിലും ചുരണ്ടിയിട്ടുണ്ട്. 1 or 2 നമ്പർ മാത്രം ചുരണ്ടി വെച്ചേക്കും. ബാക്കിയൊക്കെ നമ്പർ കാണാം. പിന്നെ വാട്സപ്പിൽ നമുക്ക് മനസ്സിലാകത്തില്ല നമ്പറുണ്ട്. ആ രീതിയിലാണ് ചുരണ്ടി വെച്ചിരിക്കുന്നത്. ചിലത് ഫുള്ള് അവർ ഇളക്കി കളഞ്ഞിട്ടുണ്ട്, ചിലത് ഒട്ടിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ പല പല രീതിയിൽ ഉള്ള കൗതുകമായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും പല പല ബസ്സിനെ. അപ്പം അങ്ങനെ വാച്ച് ചെയ്തപ്പോഴാണ് പല പല ബസ്സിലും നോക്കുമ്പോഴും ഇല്ല, നമ്പർ ചുരണ്ടി വെച്ചിരിക്കുക. അതെന്താണെന്നറിയത്തില്ല. അവർ അങ്ങനെ ഓടിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇനിയും അവർക്ക് ഇഷ്ടപ്പെടാതെയാണോ എന്താണെന്നറിയത്തില്ല. പക്ഷേ എല്ലാത്തിലും ചുരണ്ടി വെച്ചിരിക്കുകയാണ് ഇത്. പക്ഷേ സ്റ്റാൻഡിൽ കയറുമ്പോൾ അതിൻ്റെ ജീവനക്കാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും ശ്രദ്ധിക്കുന്നതല്ലേ. പക്ഷേ നമുക്കറിയത്തില്ല അതെന്താ കാരണമെന്നറിയത്തില്ല, എന്തുകൊണ്ടാണ് ഇവർ ചുരണ്ടി വെക്കുന്നതെന്ന്. ഇവരങ്ങനെ ഇനി ഓടിക്കുന്നതുകൊണ്ടാണോ ഇനിയും അതിനെ പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല, ജനങ്ങളെ പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല. പക്ഷേ അത് നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചുരണ്ടേണ്ട കാര്യമില്ല, അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, സുഖമായിട്ട് ഓടിക്കാം. പക്ഷേ ഇത് വളരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയിച്ചെന്നേ ഉള്ളൂ. പലരും ശ്രദ്ധിക്കുന്ന, പക്ഷേ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയും. പക്ഷേ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ നമ്പർ അല്ലെങ്കിൽ അവരെ അറിയിക്കാനോ ഒക്കെ ഉപകാരപ്പെടുന്നതായിരുന്നു നമ്പർ. നല്ലൊരു രീതിയായിരുന്നു. പക്ഷേ ചില വണ്ടികളിലൊന്നുമില്ല, ചില വണ്ടികളുണ്ട്. എന്താണെന്നറിയത്തില്ല, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മളൊന്നും പറയുന്നില്ല. അതെല്ലാം ജനങ്ങൾക്ക് വിട്ടിരിക്കുന്നു. അത് അവരവരുടെ യുക്തി പോലെ തീരുമാനിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇവർ ചുരണ്ടിയെന്നും അല്ലെങ്കിൽ എന്തിനാ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ള ആദ്യം ആലോചിക്കണം. ഇതെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും വേണ്ടപ്പെട്ടവർ ഇത് ഒട്ടിച്ച് വെക്കും. ഏതായാലും ഇതൊരു വീഡിയോ ഇട്ടത് ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇതിപ്പോൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.